ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വായിസരാവ് അല്ലെങ്കിൽ ചായപ്പിലെ രാത്രി എന്ന കഥയുടെ 5-ാം ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സാണ് സന്ധി ചേച്ചിയും പിന്നെ നിമേഷും. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നിമേഷിൻ്റെ ശബ്ദത്തിലാണ് കേട്ടോ. അപ്പം എല്ലാവരും നിമേഷിൻ്റെ ശബ്ദത്തിൽ തന്നെ എന്നെ കേൾക്കാൻ ശ്രമിക്കുക. പിന്നെ സ്റ്റോറി ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി കഥ തുടങ്ങിയാലോ മുഷിപ്പിക്കാതെ. സമയം അപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞിരുന്നു. സന്ദേശിച്ചിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ വന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. സന്ദേശിച്ചി എൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിലും ആ ഒരു കമ്പിളി പുതപ്പാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ കാലിലേക്ക് അതൊന്ന് കവർ ചെയ്ത് കിടപ്പുണ്ട്. പുറത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ജനലും കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നിട്ടിരിക്കുന്നത് തന്നെയാണ്. സന്ധ്യ ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ജനല് തുറന്നിടുന്നതാണ് ഏറ്റവും ഇഷ്ടം. കാരണം മഴ പെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റൊക്കെ അകത്തേക്ക് അടിച്ച് കയറുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത്. മുറിയിലെ ലൈറ്റ് ഞാൻ നേരത്തെ ഓഫ് ചെയ്തിരുന്നു. സന്ധ്യ ചേച്ചിയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നേരത്തെ വന്ന് ഒന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ എന്നെ കണ്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു മുറിയുടെ ജനാലയും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ പുറത്തെ ചെറിയ വെളിച്ചത്തിൽ സന്ധ്യയുടെ മുഖം എനിക്ക് വ്യക്തമായിട്ട് കാണാമായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. കാരണം പുറത്ത് ആ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ലൈറ്റ് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചെറിയ ലൈറ്റിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേരും സ്പെഷ്യലായിട്ട് തന്നെ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ലൈറ്റും ഓഫ് ചെയ്യും. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ സന്ധ്യച്ചിയുടെ അമ്മ വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങളെ ആരെയും കാണത്തൊന്നുമില്ല. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും ഞാനും സന്ധ്യച്ചയും നല്ല കമ്പനിയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഭയം തന്നെയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളിലുണ്ടായിരുന്നത്. ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് കാര്യം പറയുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗെയിംസ് ഏർപ്പെടുക, അതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ആ ഒരു പ്ലാനൊക്കെ. പെട്ടെന്നൊരു നിമിഷം ഞാൻ സന്ധ്യച്ചിയെ നോക്കി. സന്ധ്യച്ചി മുകളിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയോ പറയാൻ ആലോചിക്കുന്നുണ്ട്. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ സന്ധ്യച്ചിയെ ഞാൻ പൂർണ്ണമായിട്ടും നോക്കിയ ശേഷം സന്ധ്യച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെയുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ചേച്ചി കൂടുതൽ ധരിക്കുക. അത് കാനഡയിൽ നിന്ന് അനഘ ചേച്ചി കൊണ്ടുവന്നാണെന്ന് എനിക്ക് തന്നെ അറിയാം. പിന്നെ ഈ ഒരു ഡ്രസ്സിനാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മയൊക്കെ ഇടുന്ന പോലുള്ള ആ ഒരു ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണെങ്കിലും എടുത്ത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതൊക്കെ ഒരുപാട് പഴയച്ചിനാണ് ചേച്ചി. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിനി പ്രൊമോട്ട് ചെയ്യരുത്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് യൂസ്ഫുള്ളായിട്ട് ചേച്ചീനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് കുറച്ച് വ്യത്യാസം വരും. അല്ലാതെ ഈ ഏഴാമ്പുറത്തിനാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു വിവരവും വിദ്യാഭ്യാസമൊന്നുമില്ല. പെട്ടെന്ന് ഞാൻ അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ സന്ധ്യച്ചി ഒന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ചിരിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാതുകൾ കേൾക്കുന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എന്തിനെങ്ങനെ ചിരിക്കുന്നേ? പെട്ടെന്ന് തന്നെ സന്ധ്യച്ചി മറുപടി പറഞ്ഞു, ഇവിടുത്തെ ഒരാൾ ഇതൊക്കെ സമ്മതിക്കണ്ടേ രമണേ, അല്ലാതെ ഞാൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് നടക്കാനാണ് എന്ന് തന്നെ സന്ധ്യച്ചി ഒരു പരിഹാസത്തോടെ ആ നിമിഷം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനും ആ നിമിഷം ഒന്ന് ചിരിച്ചു കളഞ്ഞു. എങ്കിലും ഞാൻ സന്ധ്യച്ചിയെ ഒന്ന് വീണ്ടും ആശ്വസിപ്പിച്ച രീതിയിൽ വീണ്ടും പറഞ്ഞു, സന്ധ്യച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം. പിന്നെ കുറച്ച് മേക്കപ്പ് കാര്യങ്ങളൊക്കെ അത് ചേച്ചിക്ക് എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും കുറച്ച് രീതിയിലൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യാം. ചേച്ചി എപ്പോഴാണെങ്കിലും ആ ഒരു മുഖം കാര്യങ്ങളെല്ലാം അത് ഒരുപാട് ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു മോയ്സ്ചറൈസറും പിന്നെ ഒരു സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ കുറച്ച് ലെവലായിട്ടുള്ള ആ ഒരു ഫൗണ്ടേഷൻ ലെവലിലുള്ള ക്രീംസൊക്കെ ഇല്ലേ ചേച്ചി, അത് യൂസ് ചെയ്താൽ മതി. അപ്പം തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരില്ലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സന്ധ്യച്ചി ആ നിമിഷം തന്നെ പറഞ്ഞു, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യണ്ടേ? ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്ഭുതം പോലെ തോന്നി. അയ്യോ, ഗെയിംസും കാര്യങ്ങളൊക്കെ എന്ത് ഗെയിമായിരിക്കും സന്ധ്യച്ചി പറയാൻ പോകുന്നത് എന്നായിരുന്നു എനിക്ക് അത്ഭുതം തോന്നിയത്. ആ നിമിഷം തന്നെ സന്ധ്യച്ചി എന്നെ നോക്കി. എൻ്റെ മുഖത്തെ ആ ഒരു പരിഭ്രമം കണ്ടിട്ട് ആളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. നീ പേടിക്കൊന്നും വേണ്ട, വലിയ ഗെയിംസും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ ഗെയിംസൊക്കെ ഉള്ളൂ. അത് അങ്ങനെ നോക്കിയിരുന്നാൽ മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഗെയിംസിൽ പണിഷ്മെൻറ്റും ഉണ്ട്, വിന്നർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റും ഉണ്ട്. അങ്ങനെയുള്ള രീതിയിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ
അങ്ങനെ പണിഷ്മെൻറ്റും കാര്യങ്ങളും എന്താണ്, കോംപ്ലിമെൻ്റ് എന്താണ്, ആ ഒരു കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ സന്ധ്യയോട് ചോദിച്ചു. എൻ്റെ ആകാംക്ഷയോടുള്ള ചോദ്യങ്ങളെല്ലാം കേട്ട് സന്ധ്യച്ച് ആദ്യം ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് തന്നെ മറുപടി പറഞ്ഞു. ആദ്യത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കണ്ണിങ്ങനെ നോക്കിയിരിക്കുന്നു. കണ്ണ് ആദ്യം ചിമ്മുന്നതാരാണോ ആ ചിമ്മുന്ന ആള് ഔട്ടാണ്. ആ ആള് എന്തെങ്കിലും പണിഷ്മെൻറ്റും കാര്യങ്ങളും ചെയ്യണം. മറ്റേ ആൾക്ക് അത് നല്ല ആ ഒരു ഗിഫ്റ്റ് എന്ന പോലെ ആയിരിക്കണം. ആ രീതിയിലാണ് ഈ ഒരു ഗെയിം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്ന് സന്ധിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. അയ്യോ, വളരെ ടഫ് ഗെയിമാണല്ലോ, എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യമുണ്ട് ചേച്ചി എന്ന് പറയുന്ന സമയത്ത് സന്ധിച്ച് പറഞ്ഞു, നീ ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കി നീ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്യണം. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ ആ ഒരു കാര്യം ചെയ്ത് കളയാം എന്നെന്നെ സന്ദേശിച്ചെടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കണ്ണിൽ നോക്കി അങ്ങനെ ഇരുന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ സമയം ഇങ്ങനെ പിടിച്ചു നിന്നു. ആ ടൈമിൽ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ബെഡിൻ്റെ ആ ഒരു സൈഡിൽ തന്നെ നന്നായിട്ട് മുറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ നിന്നു, കണ്ണനക്കാതെ ഇങ്ങനെ. പക്ഷേ എനിക്ക് അങ്ങനെ നിൽക്കാൻ കൂടുതൽ സമയം അങ്ങനെ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ പതുക്കെയാണെന്നുണ്ടെങ്കിൽ നേരെ നോക്കി എൻ്റെ കണ്ണിൽ നിന്നും വെള്ളം ഒലിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ കണ്ണ് ചിമ്മി. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ സന്ധിച്ച് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, നീ തോറ്റു, ഞാൻ ജയിച്ചു കേട്ടോ, ഇനി ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യണം. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സന്ധിച്ച് പറയാൻ പോകുന്നത് എന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി തോന്നി. ആ നിമിഷം തന്നെ ഞാൻ സന്ധിച്ചിട്ട് പറഞ്ഞു, വലിയ കാര്യങ്ങളൊന്നും പറയില്ല എൻ്റെ ചേച്ചി, എനിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ഇവിടെ അറിയാവുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ സന്ധിച്ച് സിനിമ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, നീ ഏതായാലും നോക്ക്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്യണം എന്ന് പിന്നെ സന്ദേശിയും പറഞ്ഞു. ഞാൻ എല്ലാത്തിനും ഒന്ന് മൂടുന്ന സമയത്ത് സന്ദേശി പറഞ്ഞു, ഇപ്രാവശ്യം ഒരു ചെറിയ പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ തരാം. ഇനി അടുത്ത പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ നീ തോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പണിഷ്മെന്റ് ആയിരിക്കും എന്ന് എന്നെ സന്ദേശിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, എന്തായാലും പണിഷ്മെന്റ് വാങ്ങിക്കാൻ ഞാൻ റെഡിയാണ്, എന്തൊക്കെയായാലും എനിക്ക് തന്നോളൂ, യാതൊരു മടിയും കൂടാതെ ഞാനത് വാങ്ങിച്ചോളാം എന്ന് എന്നെ സന്ദേശിച്ചോട് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു പുഞ്ചിരിയോടെ സന്ധിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആണെങ്കിൽ എന്നാ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കാല് നന്നായിട്ടൊന്ന് തിരുമ. നിനക്ക് ഞാൻ നേരത്തെ ഒരു മസാജ് പോലെ ഞാൻ ചെയ്തില്ലായിരുന്നോ, അതേപോലെ തന്നെ മതി, കാലം തിരുമ്മി തന്നാൽ മതി. ഇന്ന് ഇത് മാത്രമാണ് നിന്റെ പണിഷ്മെന്റ്. പിന്നെ അടുത്ത് തോക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള പണിഷ്മെന്റ് തരാം. അപ്പോൾ തന്നെ ചേച്ചി വിചാരിച്ചോ ഞാൻ തോക്കുമെന്ന്? എന്ന് ഞാൻ പറയുന്ന സമയത്ത് സന്ധ്യച്ചി ഒന്ന് ചിരിച്ചു. അടുത്ത പ്രാവശ്യം ചേച്ചിയാണ് തോക്കാൻ പോകുന്നത് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ സന്ധ്യച്ചിയുടെ ആ ഒരു ബെഡിനരികിലേക്ക് പോയിരുന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ കാല് നീട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ മെല്ലെയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം മസാജ് ചെയ്ത് തുടങ്ങി. തിരുമുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സന്ധ്യച്ചി പറഞ്ഞു, നന്നായിട്ട് തിരുമട്ടോ, നീ അടുത്ത പണിഷ്മെന്റ് ഉള്ളതാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഓരോ വിരലുകളാണെന്നുണ്ടെങ്കിലും അത് ഞൊട്ടയിടുന്ന രീതിയിൽ ഒന്ന് ശക്തിയായിട്ട് വലിച്ചു. എടാ ചെക്ക, എൻ്റെ കാല് പറിച്ചുകൊണ്ട് നീ പോവോ, പതുക്കെ മതി കേട്ടോ എന്ന് എന്നെ സന്ദേശി അങ്ങനെ പറഞ്ഞു. ആ നിമിഷമാണെങ്കിൽ ഒരു പുഞ്ചിരിയോടെ ആണെങ്കിലും കാല് ഏകദേശം 1 മിനിറ്റോളം ഞാനൊന്ന് തിരുമ്മി കൊടുത്തു. നീ കാല് തിരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ പെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ എന്ന് എന്നെ സന്ദേശി പറഞ്ഞു. അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ തോപ്പിക്കാൻ നോക്കാം, അതാണെന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് കാല് തിരുമ്മിപ്പിച്ചാൽ മതിയല്ലോ. എപ്പോഴാണെന്നുണ്ടെങ്കിൽ വേദനയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിന്റെ അടുത്തൊരു ഗെയിമും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം നിന്നെ കൊണ്ട് തന്നെ ആ ഒരു ഗെയിമൊക്കെ ചെയ്യിപ്പിച്ചു ശേഷം നിന്നെ തോൽപ്പിച്ച് ഇതേപോലെ തന്നെ നിന്നെ കൊണ്ട് ഇതേ രീതിയിൽ തന്നെ മസാജ് ചെയ്യിപ്പിക്കുന്നത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സന്ദേശി പറയുമ്പോൾ ഒരു പരിഹാസത്തിന്റെ പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ നിമിഷം എനിക്ക് തന്നെ തോന്നി, അടുത്ത പ്രാവശ്യം സന്ദേശി ജയിക്കാൻ പാടില്ല, ഞാൻ തന്നെയായിരിക്കും ജയിക്കേണ്ടത് എന്നെ സന്ദേശിച്ചെടുത്ത് ഞാൻ ഒന്നും പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. അങ്ങനെ രണ്ടാമത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാ കരുതലും കൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ ചിരി വരുന്നുണ്ടായിരുന്നു. എനിക്കും അതുപോലെ തന്നെ സന്ദേശിച്ചിരിക്കും. ആ നിമിഷം ഞാൻ കുറച്ച് പക്വതയോടെ കൂടി തന്നെ നിന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ എന്നൊരു ചിന്താഗതി എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ കുറേ സമയം ആ ഗെയിം ഇങ്ങനെ നീണ്ടു പോകുന്നെങ്കിലും രണ്ടുപേരും തോൽക്കാൻ റെഡിയായില്ല. എൻ്റെ കണ്ണിൽ നിന്നും വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ നിമിഷമാണെന്നുണ്ടെങ്കിലും ഞാൻ തോറ്റു കൊടുക്കാൻ റെഡിയായിരുന്നില്ല. ഞാൻ ആ ഒരു മെത്തയിൽ നന്നായിട്ട് പിടിച്ചിട്ട് അങ്ങനെ കടിച്ച് പിടിച്ചിങ്ങനെ നിന്നു. പെട്ടെന്ന് സന്ധ്യജി തോൽവി മടങ്ങിയായിരുന്നു.
അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ സന്ധ്യച്ചി കണ്ണു വെട്ടിച്ചു. ആ നിമിഷം തന്നെ ഒരു ജയിച്ച വിജയാഹ്ലാദത്തിലായിരുന്നു ഞാൻ. ആ ഒരു ഉച്ചത്തിൽ പെട്ടെന്ന് ഞാൻ അറിയാതെ ഉറക്കെ പറഞ്ഞു, ഞാൻ ജയിച്ചേന്ന്. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ സന്ധ്യച്ചി എൻ്റെ വാപ്പത്തി പിടിച്ചു. അമ്മയപ്പുറത്താണെന്ന് ഉറങ്ങുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും പണി കിട്ടുവേ എന്ന് തന്നെ സന്ധ്യച്ചി എൻ്റെ ചെവിയിലായിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞു. ഞാൻ ആ നിമിഷമാണ് ബോധത്തിൽ നിന്ന് വന്നിരുന്നത്. ആ നിമിഷം എൻ്റെ ബോധം പോയിരുന്നു. പെട്ടെന്ന് സന്ധ്യച്ചിയോട് ഞാൻ പറഞ്ഞു, നീ ഞാൻ പറയുന്ന പണിഷ്മെൻറ്റ് ചെയ്യണം എന്ന് സന്ധ്യച്ചിയോട് പറഞ്ഞു. ആ നിമിഷം ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യച്ചെടുത്ത് ഞാൻ ചെയ്യാൻ പറഞ്ഞു. എന്താ ചെയ്യണ്ടേ എന്ന് പണിഷ്മെൻറ്റ് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ മറുപടി പറഞ്ഞു, എൻ്റെ കാല് രണ്ടും അതേപോലെ തന്നെ തിരുമ്മി തരണം എന്ന് മാത്രമായിരുന്നു ഞാനും പറഞ്ഞത്. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് രണ്ടാമത്തെ കളിയല്ലേ, ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ടൈംസിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ആ ഒരു പണിഷ്മെൻറ്റ് കൂടും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സന്ധ്യച്ചേച്ചിയെടുത്ത് പറഞ്ഞു. ആ നിമിഷം എന്താണ് പണിഷ്മെൻറ്റ് എന്ന് തന്നെ സന്ധ്യച്ചേച്ചി ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ കാലാദ്യം തിരുമണം, അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കൈയും തിരുമണം, അത്ര മാത്രമേ ഉള്ളൂ. ഓ അത്രേ ഉള്ളൂ അല്ലേ, എന്നെങ്കിൽ പിന്നെ നോക്കാം എന്ന് പറഞ്ഞതിന് ശേഷം സന്ധ്യച്ചി ആ ഒരു സമയത്ത് ആ ഒരു തിരുമലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെൻറ്റ് നല്ല ഒരു ഹാപ്പിനെസ് ആയിട്ട് തോന്നി. കാരണം മറ്റൊന്നും ആയിരുന്നില്ല, കാല് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ചെയ്ത പോലൊന്നും ആയിരുന്നില്ല, എന്തോ ഒരു പ്രൊഫഷണൽ മസാജർ ചെയ്യുന്ന പോലെ ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നി. പിന്നെ പുറത്ത് മഴയും കൂടെ ആണല്ലോ. ആ നിമിഷം മഴയുടെ ആ ഒരു ശബ്ദവും പിന്നെ ആ ഒരു സമയത്ത് ആ ഒരു മസാജിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ കൈ കാണിച്ചു കൊടുത്തു. ചേച്ചി കൈ താണ്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ നിമിഷം ഒരു പരിഹാസത്തോടെയും പുഞ്ചിരിയോടെയും ഒരു എന്തോ ഒരു മുഖഭാവമായിട്ട് സന്ധ്യച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു. ആ നിമിഷം കൈ രണ്ടുമാണെങ്കിലും ഒന്ന് ഞൊട്ടയിട്ട് തിരുമ്പി തന്നു. അപ്പോൾ തന്നെ ജയിച്ച വിജയാഹ്ലാദത്തിൽ നിൽക്കുന്ന എൻ്റെ മുഖത്ത് വളരെ ഒരു ഹാസ്യമായിട്ടുള്ള ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. സന്ധ്യച്ചിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ ഒരു ഗെയിംസ് എല്ലാം എൻ്റെ ആവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം നോക്കി അങ്ങനെ ഇരുന്നു. രണ്ടുപേരും നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്, കാരണം പണിഷ്മെൻറ്റ് അത്രയ്ക്ക് നല്ലതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സന്ധ്യച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്ക് ഗെയിം പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്താലോ. ഞാൻ പറഞ്ഞു, ഇനി എന്താ ഗെയിം പ്ലാൻ? വേറൊരു ഗെയിം പ്ലാനാണ്. അതായത് നീ ഹെഡ്സെറ്റിൽ പാട്ടോ എന്തെങ്കിലും കേട്ട് വെച്ചിരിക്കണം, അപ്പോൾ ഞാൻ എന്തെങ്കിലും സംസാരിക്കും. അപ്പോൾ ആ ഹെഡ്സെറ്റിലെ പാട്ട് കൊണ്ട് നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചുണ്ട് വെച്ചിട്ട് കണ്ടുപിടിക്കണം. അതാണ് ഗെയിം. പെട്ടെന്ന് അത് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ആലോചിച്ചു, എന്നെങ്കിലും നോക്കാം, പക്ഷേ ഇപ്പോൾ ഉടനെ വേണ്ട, ഞാനൊന്ന് റിലാക്സ് ചെയ്തോട്ടെ. എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തോ മസാജ് ചെയ്തതിൻ്റെയാണെന്ന് തോന്നുന്നു, ആ ഒരു അനുഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്കാണെന്നുണ്ടെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടിയതല്ലേ, കുറച്ച് റെസ്റ്റ് എടുക്കുക, അതിനുശേഷം മതി നമുക്ക് അടുത്തത്. സമയം അപ്പോൾ ഇങ്ങനെ നീണ്ടു പോക്കിയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ സമയം ഒന്ന് കാണിച്ചു. ചേച്ചി സമയം ഒരുപാടായിട്ടോ, ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ഏകദേശം 9 മണിക്കാണ് നടക്കുന്നതാണ്. ഇവിടുത്തെ 12 മണിയായിട്ടുണ്ട്. എൻ്റെ പൊന്നിച്ചക്ക, 12 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇവിടെ ഇറങ്ങിയാൽ മതി. നിനക്ക് നാളെ രാവിലെ പോയിട്ട് വലിയ അർജൻറ്റൊന്നും ഇല്ലല്ലോ. ആ സമയത്താണ് നാളെ വീട്ടിൽ പോയി കിടന്നോ, അമ്മയൊന്നും നാളെ രാവിലെ വരത്തില്ലല്ലോ. ഇങ്ങനെ തന്നെ സന്ധ്യച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു സന്ധ്യച്ചി മറ്റൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. എടാ, ഒരു വിശേഷമുണ്ട് കേട്ടോ, ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത ആഴ്ച വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് വിളിക്കാനാണെന്നുണ്ടെങ്കിൽ പോകാൻ വേറെ ആരുമില്ല. അപ്പോൾ ആളില്ല എന്നുണ്ടെങ്കിൽ നീ നിന്റെ വണ്ടി എടുത്തുകൊണ്ട് വരാമോ? നമുക്കതൊരു ട്രിപ്പാവുമല്ലോ. നേരെ നമുക്ക് പോയി വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. അത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കയറി കണ്ടിട്ടൊക്കെ വരാം എന്നെ സന്ധ്യച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് നോ പറഞ്ഞില്ല. ഞാൻ നോക്കട്ടെ ചേച്ചി, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടെ അങ്ങനെ പോകാം. ഇവിടെ വേറെ ആരുമില്ലടാ, ഞാനും നീ മാത്രമേ കാണത്തുള്ളൂ. അവൾ എൻ്റെ സിസ്റ്റർ തന്നെയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആരും അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. പിന്നെ എന്തൊക്കെയായാലും നീ ഏതായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോരും, നമുക്ക് അവിടെ ശേഷം എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം എന്ന് തന്നെ സന്ധ്യച്ചി ഉറപ്പിച്ച് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസത്തെ ഞാൻ ട്രസ്റ്റ് ചെയ്തു. പെട്ടെന്ന് ഞങ്ങളങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സന്ധ്യച്ചിട്ട് പറഞ്ഞു, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ, നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴിച്ചത് പോലും ഇല്ലായിരുന്നു. അയ്യോ, എന്നെങ്കിൽ നീ പറയണ്ടല്ലായിരുന്നോ?
ഇവിടെ പായസം ഇരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വരട്ടെ. ഞാൻ പെട്ടെന്ന് സന്ധ്യച്ചി ഒന്ന് പിടിച്ചിട്ട് ചോദിച്ചു, അതെ ഇവിടെ പായസം മാത്രമേ ഉള്ളോ കഴിക്കാനായിട്ട് മനുഷ്യന്? എടാ ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ, നിനക്ക് പായസം ഉണ്ടാക്കുന്ന സമയത്താണല്ലോ അമ്മ വന്നത്, പിന്നെ ഒന്നും ഉണ്ടാക്കാനും പറ്റില്ല. ഏതായാലും നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പായസം എടുത്തുകൊണ്ട് വരാം, അത് കുടിച്ചിട്ട് ആ ഒരു ടൈമിൽ അത് അതിൻ്റെ ടേസ്റ്റ് അനുഭവിച്ചിട്ടിരിക്കുക എന്നിനെ സന്ധ്യച്ചി പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ ചേച്ചി കൊണ്ടുപോവാ എന്ന് പറഞ്ഞ ശേഷം സന്ധ്യച്ചി ആ പായസം എല്ലാം ഒരു കിണ്ണത്തിനകത്താക്കി വീണ്ടും കൊണ്ടു തന്നു. പെട്ടെന്ന് ആ ഒരു സമയത്ത് സന്ധ്യച്ചിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ചെറിയൊരു പണിഷ്മെന്റ് കൂടെ തരാനുണ്ട്, എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് കോരി തരണം. അത് പറയാൻ മറന്നുപോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എനിക്കും തരണമല്ലോ, നീ തോറ്റില്ലായിരുന്നോ ആ സമയത്ത്? അങ്ങനെയാണെങ്കിൽ എഗ്രിമെന്റ് ഓക്കെ എന്ന് പറഞ്ഞ ശേഷം സന്ധ്യച്ചി ഓരോ സ്പൂണായിട്ട് എനിക്ക് വാരി തന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പണിഷ്മെന്റ് തിരിച്ചു കൊടുക്കുന്ന രീതിയിൽ തന്നെ സന്ധ്യച്ചി എൻ്റെ അടുത്തും പറഞ്ഞു, നീ എനിക്കും തരേണ്ടി വരും എന്ന് പറഞ്ഞ ശേഷം സന്ധ്യച്ചിയും ഞാൻ കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ രസകരമായ ആ ഒരു ഗെയിമിന്റെ ആ ഒരു പണിഷ്മെന്റും പിന്നെ ആ ഒരു പായസത്തിന്റെ മധുരവും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടിത്തമില്ലായ്മ ആ ഒരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ പായസം തെറിച്ച് വീഴുന്നുണ്ടായിരുന്നു. ആ നിമിഷം സന്ധ്യച്ചി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ആ തെറിച്ച് വീണ പായസം പതുക്കെ എടുത്ത് മാറ്റി ആ ഒരു കിണ്ണത്തിന്റെ സൈഡിലായിട്ട് മാറ്റി വെച്ചു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന ഇടയിൽ തന്നെ രണ്ടുപേരും ഒരുപോലെ തന്നെ പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും പായസം കുടിക്കാൻ അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലേ എന്നിനെ സന്ധ്യച്ചിയോട് ഞാൻ പറയുമ്പോൾ സന്ധ്യച്ചി ഒന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അതെ, നമ്മൾ രണ്ടുപേരും കണക്ക് തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഗെയിംസിന്റെ ഒടുവിൽ ആ ഒരു പായസത്തിന്റെ മധുരം ഇങ്ങനെയുണ്ടായിരുന്നു. എടാ നീ വാ കഴുകുന്നില്ലേ എന്ന് സന്ധ്യച്ച് ചോദിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ എണീറ്റ് വന്ന സീനാവത്തില്ലേ എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇരുട്ടുള്ള മുറി കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹാളിലേക്ക് നടക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങളൊരു കണ്ടം പൂച്ച പമ്മി വരുന്ന കണക്കാണ് അങ്ങോട്ട് പോകുന്നത്. മെല്ലെ മെല്ലെ അനങ്ങാതെ ആ ഒരു സമയത്ത് ഇങ്ങനെ നടന്ന് അവിടേക്ക് ചെല്ലുന്ന സമയത്ത് സന്ധ്യച്ചിക്കും ചെറിയ ഒരു അടക്കി പിടിച്ച ചിരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാനും ചിരിച്ചു. എന്താ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് തന്നെ സന്ധ്യച്ചിയോട് ചോദിക്കുന്ന സമയത്ത് നിന്റെ ആ വരവ് കണ്ടിട്ട് ഞാൻ ചിരിച്ചു പോയതാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനൊക്കെ എന്ന് തന്നെ സന്ധ്യച്ചി പറഞ്ഞു. അങ്ങനെ പതുക്കെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ വാഷ് ബേസിന്റെ സൈഡിലെത്തി രണ്ടുപേരും കൂടെ നിന്നിട്ട് വായും കാര്യങ്ങളൊക്കെ കഴുകി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു. വല്ലാത്തൊരു സ്പേസ് കാര്യങ്ങളൊക്കെ മറ്റൊരു വീട്ടില്, പിന്നെ മറ്റാരും അറിയാത്ത ആൾക്കാര്. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് മാറുന്നുണ്ട് ഒരുപാട് കാലമായി. പക്ഷേ ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മാറി നിന്നാൽ എനിക്ക് അങ്ങനെ ഉറക്കം പോലും വരുന്നില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് സന്ധ്യച്ചി ഒപ്പമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു. അത് ഞാൻ സന്ധ്യച്ചിയോട് അത് ഓപ്പണായിട്ട് പറഞ്ഞില്ല എന്ന് മാത്രം. പക്ഷേ ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ എനിക്കൊരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എല്ലാം ഒരു പുത്തൻ ഉണർവ് പോലെ, മഴ കാര്യങ്ങൾ മറ്റൊരു സ്ഥലം എല്ലാം ഒന്ന് എൻജോയ് ചെയ്യാൻ എനിക്ക് തന്നെ തോന്നി. അതായിരുന്നു ആ നിമിഷം എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ. അങ്ങനെ വാ കഴുകി തിരിച്ചു വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സന്ധ്യച്ചി എന്നെ ഒന്ന് പിടിച്ചു നിർത്തി. എടാ പതുക്കെ പോട്ടോ. അങ്ങനെ സന്ധ്യച്ചിട്ട് പറയുന്ന സമയത്ത് ഞാൻ പതുക്കെ നടന്നു. നേരത്തെ ഞാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് ഒരു കാച്ചായിരുന്നു പോയത്. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് സന്ധ്യച്ചി ആ സമയത്ത് തന്നെ പറഞ്ഞത്. അങ്ങനെ ഞാൻ പതുക്കെ ആ ഒരു വാതിൽ ചാരിയിട്ടത് മെല്ലെ തുറന്ന ശേഷം അകത്തേക്ക് കയറി. എനിക്കൊപ്പം സന്ധ്യച്ചിയും അകത്തേക്ക് തന്നെ വന്നു. ആ ഒരു കടമ്പ് കഴിഞ്ഞിട്ട് നിന്റെ വിശപ്പ് മാറിയോ എന്നെ സന്ധ്യച്ചി ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, വിശപ്പ് മാറിയിട്ടൊന്നുമില്ല, പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു, നമുക്ക് വിശപ്പ് പതുക്കെ മാറ്റാം എന്ന് സന്ധ്യച്ചി പറഞ്ഞു. പെട്ടെന്ന് തന്നെ സന്ധ്യച്ചിയോട് ഞാൻ പറഞ്ഞു, എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പും കാര്യങ്ങളൊക്കെ ചില സമയത്ത് വരാറുണ്ട്. പക്ഷേ അങ്ങനെ ആനയെ കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. അവൻ്റെ ഒരു കോമഡി എന്ന് പറഞ്ഞതിന് ശേഷം സഞ്ജി ഒരൊറ്റടി അടിച്ചു. ആ നിമിഷം ഈ നന്നായിട്ട് വേദനിച്ചു കേട്ടോ എന്ന് ഞാൻ പറയുമ്പോൾ സന്ധ്യച്ചിനെ ഒന്ന് തടവി തന്നു. മറ്റൊന്നും വരുന്നില്ല, എനിക്ക് നന്നായിട്ട് വേദനിച്ചപ്പോൾ സന്ധ്യച്ചിയും വേദനിച്ചു എന്നെനിക്ക് തന്നെ തോന്നി. അങ്ങനെ മഴയപ്പോഴും നിർത്താതെ പെയ്യാണ്. പെട്ടെന്ന് വീണ്ടും ഒരു ഇടിവെട്ടി. സന്ധ്യച്ചി ആ കിടങ്ങുന്ന സമയത്ത് ഞാൻ ചിരിച്ചു. പെട്ടെന്ന് ഞാൻ ആ തോളിലും തടവിയിട്ട് പറഞ്ഞു, ഇത് ചെറിയ പേടിയൊക്കെ വന്നാൽ മതി, ഇങ്ങനെ കിടന്ന് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല
എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് പുഞ്ചിരിച്ചു. എനിക്ക് പണ്ടുള്ള പേടിയാണ്ടാ, അല്ലാതെ എനിക്കിത് പോയിട്ടില്ല എന്ന് സന്ദേശിച്ച് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സമയത്ത് നല്ലൊരു കുട്ടി പറയുന്നതൊക്കെ തോന്നി. അപ്പോൾ എല്ലാ ലാളനകളും ആ ഒരു സ്നേഹം സന്ദേശിക്ക് ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ നൽകിക്കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ സന്ദേശി ആ നിമിഷം പറഞ്ഞു, നിന്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആ നിമിഷം സന്ദേശിയെ നോക്കി ചിരിച്ചു. നമുക്കിനി അടുത്ത ഗെയിം പ്ലാൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും സന്ദേശിയും കൂടെ ഇങ്ങനെ പരസ്പരം നോക്കി. അങ്ങനെ അടുത്ത ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് അടുത്ത പാർട്സിലാണ് കേട്ടോ. അപ്പം ഈ ഒരു പാർട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെങ്കിലും അതിനകത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്കിനി വീണ്ടും കാണാം. അതുവരെയും ബൈ കേട്ടോ. നമുക്കിനി കാണാം കേട്ടോ. ബൈ.